ഈ 2 വർഷത്തിന് ശേഷം സമാധാനത്തോടെ ഗസയിലെ ജനങ്ങൾ ഉറങ്ങിയ ദിവസങ്ങളായിരിക്കും ഒരുപക്ഷെ കടന്നുപോയതെങ്കിലും 120-ലധികം തവണ ഗസയിൽ വെടിനിർത്തൽ ലംഘനം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിന്റെ തുടക്കത്തിൽ തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ യാതൊരു താല്പര്യവുമില്ല. ഇപ്പോൾ ഈ പറയുന്നതും ഇസ്രായേലിന് ഒരു തരത്തിലും നമുക്ക് വിശ്വസിക്കാനും സാധിക്കുകയില്ല. ഇസ്രായേൽ ഈ ഒരു കള്ളക്കഥ ഉണ്ടാക്കി അല്ലെങ്കിൽ വീണ്ടും ഗസയെ ആക്രമിക്കാൻ ഒരു കാരണമുണ്ടാക്കി മുന്നോട്ട് പോവുകയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. നെതന്യാഹുവിന്റെ നീക്കത്തെ എങ്ങനെ കാണണം? വംശഹത്യ പുനരാരംഭിക്കാൻ അത് എല്ലാവിധ സകല അടവുകളും പുറത്തിറക്കുകയാണ് നെതന്യാഹു എന്ന് നമുക്ക് പറയേണ്ടി വരും. വ്യാജവും അതേപോലെ തന്നെ അടിസ്ഥാനരഹിതവുമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഇപ്പോൾ നെതന്യാഹു ചെയ്യുന്നത്. എന്താണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ 2 വർഷം മുമ്പ് ഗസയിൽ നിന്ന് അവർ വീണ്ടെടുത്ത മൃതദേഹം, ആ മൃതദേഹം തന്നെയാണ് ഇപ്പോൾ ഒരു സ്റ്റേജിങ് നടത്തി, ഒരു നാടകം നടത്തി ഹമാസ് പുറത്തുവിട്ടിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമുക്കറിയാം, എത്ര തന്നെ ഏതൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ ഈ വെടിനിർത്തലിന്റെ 20 ദിന പദ്ധതികൾ എന്ന് പറഞ്ഞ ആദ്യം മുതൽ തന്നെയുള്ള ഓരോ ഘട്ടങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇസ്രായേൽ സന്നദ്ധമായിരുന്നില്ല. ഇതല്ലെങ്കിൽ വേറെ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ഗസക്ക് മേലുള്ള ആക്രമണം തുടരുമെന്ന് എല്ലാവരും അറിയാവുന്ന കാര്യമായിരുന്നു. റഫ അതിർത്തി ഇതുവരെ ഇസ്രായേൽ തുറന്നിട്ടില്ല. അതേപോലെ തന്നെ അതിനുശേഷം 100-ലധികം വരുന്ന ആളുകളെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഫലസ്തീനികളെ കൊന്നൊടുക്കിയത്. അപ്പോൾ ഒരു വെടിനിർത്തൽ കഴിഞ്ഞ ശേഷം 100ഓളം പേരെ കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ അതിനെ വെടിനിർത്തൽ എന്ന് പേരിടുന്നു എന്നുള്ളത് മാത്രമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. വെള്ളവും ഭക്ഷണവും എത്തുന്നത് വൈകിയിരുന്നു. അതേപോലെ തന്നെ വടക്കൻ ഗസയിലേക്ക് ഒരു സാധനവും കടത്തിവിടില്ല എന്ന നിലപാടിലേക്ക് എടുത്തിരുന്നു. എന്ന് മാത്രമല്ല 53% വരുന്ന പ്രദേശങ്ങളെ മഞ്ഞ വരക്കുള്ളിലാക്കി ഒരു ലൈൻ വരച്ച്, ഒരു വിഡ്രോവൽ വരച്ച് അതിനപ്പുറത്തേക്ക് വരുന്ന എല്ലാവരെയും കൊലപ്പെടുത്തും എന്ന നിലപാട് ഇസ്രായേൽ സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് നെതന്യാഹു ഇനി ഗസയുടെ ഭരണം, അതേപോലെ തന്നെ ഹമാസിന്റെ നിരായുധീകരണം അടക്കമുള്ള നിർണായകമായ കാര്യങ്ങളിലേക്ക് കടക്കാനിരിക്കുകയാണ് മധ്യസ്ഥ രാജ്യങ്ങളും അതേപോലെ തന്നെ യുഎസുമെല്ലാം. ഈ സന്ദർഭത്തിൽ എത്രമാത്രം ഇസ്രായേലിന് മുന്നോട്ട് പോകാൻ കഴിയും, ഈ ചുവപ്പ് വരയിൽ കടന്നുകൊണ്ട് എത്രമാത്രം ഇസ്രായേലിന് ഈ വെടിനിർത്തലിനെ ലംഘിക്കാൻ കഴിയും എന്നുള്ള പരീക്ഷണം നടത്തുകയാണ് നെതന്യാഹു ചെയ്യുന്നത് എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ഇങ്ങനെ മുന്നോട്ട് പോകാൻ ഗസയുടെ നിയന്ത്രണം ഏതെങ്കിലും ഫലസ്തീൻ ടെക്നോക്രാറ്റുകൾക്ക് കൈമാറുക, അതിനുശേഷം ഇസ്രായേൽ സേന മടങ്ങുക, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ട്രംപിന്റെ പദ്ധതിയിലുള്ളത്. അത്തരമൊരു നിലപാടിലേക്ക് പോകാൻ ഒരിക്കലും സാധിക്കില്ല എന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഏതറ്റം വരെ പോയാലാണ് അമേരിക്ക തങ്ങളുടെ കൈക്ക് പിടിക്കുക എന്ന് പരീക്ഷിക്കുകയാണ് യഥാർത്ഥത്തിൽ നെതന്യാഹു ചെയ്യുന്നത്. അതിനുവേണ്ടിയുള്ള ചില ന്യായങ്ങളും തടസ്സങ്ങളും ഉന്നയിക്കുക മാത്രമാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇന്ന് യഥാർത്ഥത്തിൽ ഒരു ബന്ദിയുടെ മൃതദേഹം കൂടി വിട്ടു നൽകാം എന്ന് ഹമാസ് പറഞ്ഞതായിരുന്നു. അതോടുകൂടി വിട്ടു നൽകുന്നവരുടെ മൃതദേഹം മാത്രം 17ലേക്ക് എത്തേണ്ടതായിരുന്നു. ഇനി കുറച്ച് മൃതദേഹങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അങ്ങനെ കാര്യങ്ങളെല്ലാം അവസാനിച്ചു കഴിഞ്ഞാൽ, ബന്ദികളുടെ മൃതദേഹം വിട്ടു നൽകി കഴിഞ്ഞാൽ എന്ത് പേരിലാണ് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് ആശങ്കപ്പെടുന്ന നെതന്യാഹു ആണ് ഇപ്പോൾ പെട്ടെന്ന് ഒരു കാരണം ഉണ്ടാക്കിയിരിക്കുന്നത്. മറുഭാഗത്ത് നമ്മൾ കാണേണ്ടത് കുറ്റകൃത്യങ്ങളിൽ, വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ നെതന്യാഹു വിചാരണ നേരിടുകയാണ്. ഈ വിചാരണ ഓരോ ദിവസവും നെതന്യാഹു മാറ്റി പോവുകയാണ്, എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ വീണ്ടും ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകുന്നു എന്ന ഒരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് തന്റെ ഹിയറിംഗിൽ നിന്നും, ഈ ക്രിമിനൽ കേസുകളിലെ ഹിയറിംഗിൽ നിന്നും മാറി നിൽക്കുക എന്നൊരു പദ്ധതി കൂടി നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്ന് മാത്രമല്ല, ഇസ്രായേലിനുള്ളിൽ വരുന്ന ഒരു പൊതുവികാരം ഒരുപക്ഷെ വീണ്ടും ഇലക്ഷനിലേക്ക് പോകണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇലക്ഷൻ നീട്ടിവെക്കുക, അതേപോലെ തന്നെ കുറ്റകൃത്യത്തിന്റെ ഹിയറിംഗ് മാറ്റിവെക്കുക, കോടതിക്ക് മുമ്പിൽ പുതിയ ന്യായങ്ങൾ അവതരിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ കൂടി നെതന്യാഹുവിനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് ഈ വിഷയത്തിൽ എന്താകും എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മൾ വലിയ മാറ്റങ്ങളൊന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. ഇസ്രായേൽ ചെയ്യുന്ന ഏത് വംശഹത്യക്കും അതേപോലെ തന്നെ അധിനിവേശത്തിനും 1ാം സ്ഥാനത്ത് നിന്നുകൊണ്ട് അതിന് പിന്തുണ കൊടുക്കുന്ന അമേരിക്കൻ ഭരണകൂടം നെതന്യാഹുവിനെ കൈക്ക് പിടിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. പക്ഷേ ട്രംപ് പലതരത്തിലുള്ള ന്യായങ്ങൾ ഇതിനു മുമ്പിൽ വെക്കാറുണ്ട്. പ്രത്യേകിച്ചും അറബ് രാജ്യങ്ങൾ വളരെ വലിയ സങ്കടത്തിലും അതേപോലെ തന്നെ വലിയ നിരാശയിലുമാണ് ഇസ്രായേലിന്റെ ഈ നിലപാടുകൾ. ആ വിഷയത്തിൽ അറബ് രാജ്യങ്ങളുടെ വലിയ സമ്മർദ്ദം ഡൊണാൾഡ് ട്രംപിന് മുകളിൽ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പ്രത്യേകിച്ചും ഇവിടെ വരികയും ഈജിപ്തിൽ വരികയും ഇവിടെ ലോകത്താകെയുള്ള വലിയ സമാധാനം താൻ പ്രഖ്യാപിച്ചു എന്ന് അറിയിക്കുകയും അറബ് രാജ്യങ്ങളെക്കാൾ അതിന് മുമ്പിൽ നിർത്തുകയൊക്കെ ചെയ്ത ട്രംപ്